ഹലോ ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. പെട്ടെന്നൊന്ന് ചെന്നൈയിലെ മോളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യം വന്നപ്പോൾ പോന്നതാണ്. പക്ഷേ എന്താ പറയുക, ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയതൊരു സ്പെഷ്യൽ ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിറച്ച് അയ്യപ്പന്മാരാണ്, സ്വാമിമാർക്ക് വേണ്ടിയുള്ള ട്രെയിനാണ്. അതിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനല്ലാണ്ട് ആരും ഈ കമ്പാർട്ട്മെൻറ്റിലൊരു വേറൊരു ലേഡി പാസഞ്ചർ ഇല്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ ഇരുന്ന് മടുത്തു. എത്ര നേരം നമുക്ക് കണ്ണടച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇടയ്ക്ക് ആരെന്തോ എന്നോടൊന്ന് ചോദിച്ചതാണ് കേട്ടോ, എൻ്റെ ഒരു അറ്റൻഷൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെയുള്ള ടൈം പാസുകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വൂള് വാങ്ങിയതാണ്, ഒരു ചെറിയ സ്കേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കയ്യിൽ നിന്നെടുത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ചെന്നൈയിൽ എത്തണ്ടേ. ട്രെയിനാണെങ്കിൽ വളരെ ലേറ്റ്. മടുപ്പെന്ന് വെച്ചാൽ എന്താ മടുപ്പ്, സ്വാമിമാരും അവരുടെ സംസാരവും എല്ലാം അറിയാമല്ലോ. ചെന്നൈക്ക് പോകുന്ന ട്രെയിനാകുമ്പോൾ സ്വാമിമാർ എങ്ങനെയുള്ളവരാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പം നമുക്ക് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഒന്ന് കണ്ണടച്ചിരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും ഒരു ഇത് കിട്ടുന്നില്ല. ഇതാണ് നമ്മളുടെ ക്രോഷ്യോ സൂചി. ഇത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. തന്നെയല്ല, ഇതിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ യൂട്യൂബിലുമൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തൊക്കെ ഇതായിരുന്നു ഒരുപാട് പേരുടെ. ഞാനിത് ബോംബെയിലായിരിക്കുമ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ട്രെയിനിലിരുന്ന് പഠിച്ചതാണ്. അവിടെ ഈ മഹാരാഷ്ട്രീയൻസൊക്കെ എപ്പോഴും ട്രെയിനിൽ പോണ സമയത്ത് അല്പം പോലും സമയം അവർ നഷ്ടപ്പെടുത്തുകയില്ല, ലേഡീസ്. എനിക്ക് തോന്നുന്നു പച്ചക്കറി വരെ ഒരു ടൈം അവർ ട്രെയിനെ കണ്ടെത്താറുണ്ട്. അപ്പം അങ്ങനെ അവരോട് കൂടി ഇരുന്നപ്പോൾ അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ ഒരു കാര്യം. ഓക്കെ, ബൈ ബൈ.